തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു, അവരെൻ്റെ അപ്പനെ സ്മരിക്കുന്നു, അമ്മയെ സ്മരിക്കുന്നു, എന്നെ സ്മരിക്കുന്നു. എനിക്കെന്നെ തോന്നി ഞാൻ ഭയങ്കര സംഭവമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ എഴുതിയ ആള് എഴുതിയ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നിർബന്ധമില്ല. ഫേസ്ബുക്കിന്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത് സംബഡി മെസ്സേജ്, അപ്പൊ അത് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് ആയിട്ട് അവർ കൂട്ടും. അപ്പോൾ നല്ലതാണ്. ഒരു പബ്ലിക് ഷോ നടത്തിയിട്ട് ഒരു ബിസിനസ് ട്രെയിനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അട്ടർ ഫെയിലിയർ ആയിരിക്കും. ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നേരത്തെ അതിന്ന് ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. 12ാമത്തെ നിലയിൽ നിന്ന് ഹരിശ്രീ അശോകൻ 2 ബെഡ് വെച്ചിട്ട് താഴ്ത്തിക്ക് ചാടുമ്പോൾ ഇന്നേ വരെ ഒരാളും ടെൻഷൻ അടിച്ച് കറങ്ങുന്നുണ്ടാവില്ല. അയ്യോ ഹരിശ്രീ അശോകൻ ഇപ്പം ചാവും. എനിക്ക് 100% ഉറപ്പാണ്. ജഗതി ശ്രീകുമാർ പാലത്തിന്റെ മുകളിൽ ചാടിയാൽ അത് ചാണകവണ്ടിയിലേ വീഴൂ. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഫോർത്ത് വൺ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനറും ആൻഡ് കോർപ്പറേറ്റ് ട്രെയിനറുമായിട്ടുള്ള പ്രവീൺ ചെറിയത്ത് സാറാണ്. സർ വെൽക്കം. സാറിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാവരും വാവ് എന്ന് പറയുന്ന ഒരു തരത്തിലാണ് സാറിന്റെ വീഡിയോസ്. എങ്ങനെയാണ് ഈ ഒരു ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എങ്ങനെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റലി സംഭവിച്ചു പോയതാണ്. ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഞാൻ നമ്മുടെ ഓഫീസ് വരുന്ന തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിന്റെ അവിടെയാണ്. അവിടെ നമ്മളൊരു IELTS കോച്ചിങ് സെന്ററും അതോടൊപ്പം തന്നെ കുറച്ച് അബ്രോഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻസും അങ്ങനെ കുറച്ച് ട്രെയിനിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം എൻ്റെ പാർട്ട്ണർ കൂടിയായിരുന്നു. അദ്ദേഹം അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഷൂട്ടിന് കൊണ്ടുവന്ന ഒരു വീഡിയോഗ്രാഫർ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്നു ക്ലാസ്. അപ്പം ഞാൻ ക്ലാസ്സിൽ കയറാൻ നിൽക്കുക. അപ്പോൾ ആ ക്ലാസ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടേ ചോദിച്ചു. അപ്പം എനിക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് കുട്ടികളവിടെ പഠിക്കാൻ വന്നിട്ടാണ്, ഫീസ് കൊടുത്ത് പഠിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാമറയും സാധനങ്ങളൊക്കെ ആയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്രേ ഉള്ളൂ, പുറകിൽ നിന്നിട്ട് കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാം, അല്ലാതെ ഇതിനെ ഫ്രെയിം കൊണ്ടുപോകാൻ വരിക ഇതൊന്നും പറ്റൂല, ബാക്കിൽ നിന്നിട്ട് ചെയ്യാം. അപ്പൊ ആളത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആള് ചിലപ്പോൾ അന്ന് വിചാരിച്ചാണ് ഞാൻ ഭയങ്കര ചാടക്കാരനാണെന്നൊക്കെ. ഞാൻ എന്റെ ഉദ്ദേശിച്ചതായിരുന്നു കുട്ടികൾ അവിടെ പഠിക്കാൻ വന്നിട്ടുള്ളതാണ്, അപ്പൊ അവർ ഡിസ്റ്റർബ് ചെയ്തത്. എന്നിട്ട് അത് ഷൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ് എടുത്തു, ആളത് ഷൂട്ട് ചെയ്തു പോയി. എന്നിട്ട് ആള് അന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചെറിയൊരു റീല് കട്ട് ചെയ്തു. റീലിന്റെ സൈസിൽ ഒരു എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് വലുപ്പമുള്ള ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു. അത് ഞാൻ ഫേസ്ബുക്കിൽ എന്താ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തന്നു, വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പം കണ്ടവർക്ക് എനിക്കും ഇഷ്ടമായി. ഞാൻ കുറച്ചായിരുന്നു ചിരിച്ചു. ഒരു തമാശയൊക്കെ പറയുന്ന ഒരു സീനായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീഡിയോ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ വീഡിയോസ് വേണം. അങ്ങനെ അവരത് എന്റെ FB പേജിൽ പോസ്റ്റ് ചെയ്തത് തന്നെ ഓർമ്മയുള്ളൂ. തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു, അവരെൻ്റെ അപ്പനെ സ്മരിക്കുന്നു, അമ്മയെ സ്മരിക്കുന്നു, എന്നെ സ്മരിക്കുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏതാ ഈ ഉടായിപ്പ്, ഏതാ ഈ വേട്ടവളയൻ, ഇവന് തലയ്ക്ക് സുഖമല്ലേ, ഇവന് വേറെ പോലെ പണിക്കുമ്പോ കൂടെ, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവിന്റെ പൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം നെഗറ്റീവ് ആണല്ലോ കാണുക. ഞാൻ പെട്ടെന്ന് കമന്റ് എടുത്ത് നോക്കിയപ്പം എനിക്ക് തോന്നുന്നു 21-22 കമന്റ് വന്നിട്ടുണ്ട്. 17 എണ്ണവും നെഗറ്റീവ് ആണ്. ഞാൻ അപ്പൊ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, തൃപ്തിയായി ഗോപിയേട്ടാ, അവസാനിപ്പിച്ചോളൂ, പരിപാടി അവസാനിപ്പിച്ചോളൂ, അത് ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പൊ അവര് പറഞ്ഞു, അത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചു. അവര് പറഞ്ഞു അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഓഫീസിൽ വന്ന് നോക്കിയപ്പം അത് എനിക്ക് തോന്നുന്നു പിറ്റത്തെ ദിവസമാണ് അവർ വരുന്നത്. പിറ്റേ ദിവസം വന്നപ്പോഴേക്കും അത് 321 കെയോ എത്രയോ വ്യൂവർഷിപ്പിലേക്ക് ഒരൊറ്റ ദിവസം. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ കമന്റ് പിടിച്ചിട്ട് മനസ്സൊക്കെ തകർന്നിരിക്കുക. അപ്പോഴാണ് അവർ വന്നിട്ട് പറഞ്ഞത്, സാർ കമന്റ് നമുക്ക് നോക്കണ്ട, വ്യൂവർഷിപ്പ് നോക്കിയാൽ മതി. അപ്പൊ അതിൽ കഷ്ടി 14,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിച്ചാൽ കാണുന്ന ആളുകൾ ഒരുപാടുണ്ട്, ലൈക്ക് ചെയ്തവർ തന്നെ ഉണ്ട് 14,000. ഈ 17 കമന്റിന്റെ പുറകെ നമ്മൾ കൊണ്ട കാര്യമില്ല. ഞാൻ ആ ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ബാക്കിയുള്ള റീൽസും കൂടി ഒന്ന് കട്ട് ചെയ്ത് തരാം. പക്ഷെ അദ്ദേഹം എനിക്ക് ഒരു 30-31 റീൽസ് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് സ്ഥിരമായിട്ട് അവര് ഓരോ 2 ദിവസം കൂടുമ്പോൾ ഓരോന്നോരോന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അടുത്ത പ്രശ്നമായി. കാരണം വെച്ചാൽ ഞാനൊരു വെള്ള ഷർട്ട് ഇട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. 1 മണിക്കൂറായിട്ട് ക്ലാസ് എടുക്കും. ഇവന് വേറെ ഷർട്ട് ഇല്ലേ, ഷർട്ട് മാറ്റിക്കൂടെ, തനിക്ക് ഞാനൊരു ഷർട്ട് അയച്ചു തരട്ടെ, ഈ വക ഷർട്ടായി ഇവന് അടുത്ത പ്രശ്നം. ആ സമയത്തൊക്കെ എന്നെ പുറത്തൊക്കെ ആളുകൾ കാണുമ്പോഴേ വെള്ള ഷർട്ട് ഇട്ടിട്ട് ക്ലാസ് എടുക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ആ ലെവലിലേക്ക് വരെ ആളുകൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ആദ്യത്തെ 1 മില്യൺ വീണു.
അപ്പോഴേക്കും എനിക്ക് 4000 ചില ഫോളോവേഴ്സ് ആയി. Okay. ഫസ്റ്റത്തെ 1 million വന്നു. പിന്നെ ഞാൻ അതങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി. ആഹാ. ഇപ്പൊ 11 മാസം 12ാമത്തെ മാസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ 101K, Wow. 101K, 1,00,000 ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ തോന്നി ഞാൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഇരിക്കുവാണ്. ഭയങ്കര മോട്ടിവേഷൻ നമുക്ക് ഉണർത്തുന്ന വാക്കുകളാണ് എപ്പോഴും സാറിന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. 100% വാക്കുകൾ എന്റെ ഒന്നുമല്ല, അതെ. അതൊക്കെ നല്ല വിവരമുള്ള ആൾക്കാർ ആരൊക്കെയോ ചെയ്തു വെച്ചതാണ്. അതിൽ ചാണക്യൻ പറഞ്ഞ വാക്കുകളുണ്ട്, വില്യം ലിയർ പറഞ്ഞ വാക്കുകളുണ്ട്, ഡാൻ ലോക്ക് പറഞ്ഞ വാക്കുകളുണ്ട്. അങ്ങനെ നമ്മൾ മെന്ററായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോ നമ്മുടെ ഇതേ ഫീൽഡിൽ നിൽക്കുന്ന. അതെല്ലാം നമുക്കിപ്പോ പുതിയത് പറയാൻ പറ്റും. എല്ലാം പുതിയത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേറെ ആരോ കണ്ടുപിടിച്ചാണ്. അല്ലെങ്കിൽ ലൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതും വേറെ ആരോ കണ്ടുപിടിച്ചാണ്. ക്യാമറ വേറെ ആരോ കണ്ടുപിടിച്ചതാണ്, അപ്പൊ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടേ ചെയ്യൂ എന്നുള്ളൊരു വാശി ഉണ്ടെങ്കിൽ അപ്പം നമ്മള് ഇടയ്ക്കൊക്കെ പുസ്തകം വായിക്കും. ഇത്തരം കണ്ടന്റ്സ് അവിടെ പുസ്തക വായനയിൽ കൂടെയാണോ? പുസ്തക വായന വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു മടിയനാണ്, അതുകൊണ്ട് വല്ലാണ്ട് പുസ്തകം വായിക്കാറില്ല. നമ്മൾ വേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചില പുസ്തകങ്ങൾ റെഫർ ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ആണ്. എന്നുവെച്ചാൽ ഇപ്പൊ പഴയ പോലെ നമ്മൾ പുസ്തകം വായിക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ, കാരണം ടെക്നോളജി ഒക്കെ മാറി. നമുക്കിപ്പോൾ വേണമെങ്കിൽ പോഡ്കാസ്റ്റുകൾ കാണാം. നല്ല പണ്ട് നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ട് അവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ എന്നൊക്കെ പറയണേക്കാളും നല്ലത് അവരുടെയൊക്കെ വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ്, അവർ ലൈവായിട്ട് പറയുന്നു. ഈ വായനയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ എഴുതിയ ആള് എഴുതിയ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നിർബന്ധമില്ലല്ലോ. അയാൾ എഴുതി വെച്ച കാര്യം എന്താണെന്ന് അയാളോട് ചോദിച്ചു മനസ്സിലാക്കാനും നമുക്ക് കഴിയില്ല. പക്ഷെ ഒരു വീഡിയോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണോ പറഞ്ഞതെന്ന് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും, വിഷ്വലും കൂടി അതിന് സപ്പോർട്ടായിട്ട് വരും. അപ്പൊ ഞാൻ ഈ യാത്രകളൊക്കെ പോകും, നമ്മൾ ട്രെയിനിങ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഇത് പ്ലേ ചെയ്യും, വീഡിയോസ് പ്ലേ ചെയ്യും. അപ്പൊ അതൊക്കെ നല്ല നല്ല നോളജ് കിട്ടും. അതില് നല്ല കുറെ സ്വാമിമാരുണ്ട്, പള്ളിയിലച്ചന്മാരുണ്ട്, ട്രെയിനർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കിട്ടും. അത് അതുപോലെ ഈച്ച കോപ്പി അടിക്കാതെ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് നല്ല രീതിയിലാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. താങ്ക് യു. ഞാൻ തന്നെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞത് ഇനി ഇതിലും വിട്ടിട്ട് എന്ത് വേണം? അതല്ല, ചില നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഇഷ്ടപ്പെടുന്നവരെ നോക്കുക. ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോ പ്രതികേട്ട വിളിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്, കാരണം അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ശരിക്കും ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഫെഡപ്പ് ഫീൽ ചെയ്തു തോന്നുന്നു. എങ്ങനെയാണ് അതിനോട് എങ്ങനെയാ ഇപ്പൊ പ്രതികരിക്കുന്നത്? ഇപ്പൊ കാണുന്ന എല്ലാ കമന്റ്സിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഫേസ് ദ ഫിയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫേസ് ദ ഫിയർ, നമുക്ക് എന്ത് കാര്യത്തിനെയാണോ പേടി ആ കാര്യം ചെയ്യാം. ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പേടി മാറും. ഇപ്പൊ പടക്കം പൊട്ടിക്കലാണ് പേടിയെങ്കിൽ ഒരു 10 പടക്കം പൊട്ടിച്ചാൽ മതി, അപ്പൊ ആ പേടി മാറും. അല്ലേ, വെള്ളമാണ് പേടിയെങ്കിൽ വെള്ളത്തിലോട്ട് ചാടുക, നീന്താൻ പഠിക്കുക, അപ്പൊ ആ പേടി മാറും. എന്റെ പേടി കമന്റ് ആയിരുന്നു, അപ്പൊ ഞാൻ കുത്തി പിടിച്ചിരുന്ന കമന്റുകൾ മുഴുവൻ വായിക്കാൻ തുടങ്ങി. ഇപ്പോഴും വായിക്കും. എല്ലാ കമന്റുകളും ഞാൻ സ്ക്രീൻ ചെയ്തിട്ടേ പോവാറ്. പക്ഷെ ഈ ചില വീഡിയോസുകൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലാവണ ചില വീഡിയോസ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് മില്യൺ, 2 ദിവസം കൊണ്ട് മില്യൺ, അങ്ങനെ ആവണേല് ചിലപ്പോൾ കുറേ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതില് ചിലപ്പോ എല്ലാം ഒന്നും നമ്മുടെ ശ്രദ്ധയിൽ പെടണമെന്നില്ല. പിന്നെ അതിന് ഞാനൊരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്, അതാണ് എന്റെ ഭാര്യ. അപ്പൊ അവളത് മുഴുവൻ സ്ക്രീൻ ചെയ്ത് നമ്മള് വീട്ടിലിരിക്കുമ്പോഴോ കിടക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരത്തെ പറയും ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയും. അപ്പൊ നമ്മള് കമന്റ് ഞാൻ റിപ്ലൈ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യും. കുറെയൊക്കെ ഈ ഫേക്ക് ഐഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് മൈൻഡ്. പിന്നെ അത് അവർ ഇതേ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ഫേക്ക് ഐഡി. ജെനുവിൻ ഐഡിയ ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, അതൊരു ജെനുവിൻ ആളായിട്ട് നമുക്ക് തോന്നുവാണ്, അയാൾക്ക് ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ ഇൻസ്റ്റാഗ്രാം ആണ് സുഖം. അതിൽ വെറും തീയും പുകയും കയ്യും മാത്രമേ പിന്നെ അതേ നമുക്കൊന്നും കൊടുക്കാനില്ല. സൈഡിൽ വെറുതെ ഇങ്ങനെ ലവ് ചിഹ്നങ്ങൾ മാത്രം ഇങ്ങനെ അമർത്തി കൊടുത്താൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടി വരില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു കമന്റുകൾ കൂടുതലും വരുന്നത്, നെഗറ്റീവ് കമന്റുകൾ കൂടുതലും വരുന്നത് ഫേസ്ബുക്കിലാണ്. പിന്നെ ഇതിനൊക്കെ ഫേസ്ബുക്ക് നമുക്ക് പേ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം ഉള്ളത്. ഇപ്പൊ ഒരു തെറി എഴുതിയാലും ഫേസ്ബുക്കിന് അത് തെറിയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഫേസ്ബുക്കിന്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത് സംബഡി മെസ്സേജ്, അപ്പൊ അത് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് ആയിട്ട് അവർ കൂട്ടും. അപ്പോ തെറിയും നല്ലതാണ് പരിധി വരെ. ട്രെയിനർ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ട്രെയിനർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഒരു വലിയൊരു ടോപ്പിക്കാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് ട്രെയിനേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ ഗൂഗിളിൽ ഐ വോണ്ട് ടു ബിക്കം എ ട്രെയിനർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണിക്കുക ഈ ബോഡി ബിൽഡിംഗ് ട്രെയിനേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ കാണിക്കുക. ബോഡി ബിൽഡിംഗ് ട്രെയിനേഴ്സ് അവരും ട്രെയിനേഴ്സ് ആണ്.
അനിമൽസിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട് അല്ലേ, നായ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനിമൽസിനെ ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, ലൈഫ് സ്കിൽ ട്രെയിനേഴ്സ് ഉണ്ട്, ലാംഗ്വേജ് ട്രെയിനേഴ്സ് ഉണ്ട്, ബിസിനസ് കോച്ച്, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പം ഇതിൽ ട്രെയിനർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തിയാൽ എല്ലാവരും എല്ലാ സബ്ജക്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോ ആളുകൾക്കും ഓരോ ടൈപ്പ് ഓഫ് ഏരിയസ് ഉണ്ടാവും. ആ ഏരിയയിൽ അവർ എക്സൈൽ ചെയ്ത് നിന്നാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ കുറേ ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. എൻ്റെ മനസ്സിലുള്ള ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലുലു എടുക്കാം. ഇപ്പോൾ ലുലു എന്ന് പറയുന്നത് ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് നമ്മുടെ MA യൂസഫ് അലി സാറിന്റെ ലുലു. ഞാൻ ലുലുവിന്റെ സ്റ്റാഫായിരുന്നു, ലുലുവിന്റെ ട്രെയിനർ ആയിരുന്നു. അപ്പം ലുലുവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിന്റെ സ്ട്രാറ്റജീസും ലുലുവിൻ്റെതായിട്ടുള്ള ഒരു 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 രീതിയുണ്ട്, അതിലേക്ക് എംപ്ലോയീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പണി. അല്ലാതെ യൂസഫ് ഭായിനെ വിളിച്ചിട്ട് യൂസഫ് ഭായി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര കോടി രൂപ ലാഭം കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല. അത് അദ്ദേഹം വൃത്തിയായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലാത്തടത്തു നിന്ന് പൊന്തി വന്ന് ഹിറ്റ് അടിച്ചിട്ടുള്ള ആളാണ് അല്ലെ, നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ആളാണ് യൂസഫ്. അപ്പൊ അദ്ദേഹത്തെ പോയിട്ട് ഞാൻ ബിസിനസ് പഠിപ്പിക്കുക, നല്ല കാര്യമായിട്ട് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് ഭയങ്കരമായിട്ട് ബൾക്കായിട്ടായിരിക്കും അതിലേക്ക് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും നാട്ടികയിലൊക്കെ വലിയ ക്യൂ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂസ്. ഇതിലെ പല ആളുകൾക്കും ഹൈപ്പർ മാർക്കറ്റ് എന്താണ്, സൂപ്പർ മാർക്കറ്റ് എന്താണ്, അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടത് ഒന്നും അറിയണ്ടാവില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അത്രയും വലിയൊരു മോളിലോട്ടൊക്കെ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക. എന്താണ് ഹൈപ്പർ മാർക്കറ്റ്, എന്താണ് സൂപ്പർ മാർക്കറ്റ്, ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്താണ്, അതിൽ ഇയാളുടെ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്. എനിക്ക് തോന്നുന്നു ഒരു 18-19 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത്. നിങ്ങൾ ലുലുവിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അതിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും. അതാണ് നമ്മുടെ തൃശ്ശൂർ, നമ്മുടെ കൊച്ചി നോക്കുകയാണെങ്കിൽ ഫാഷൻ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെക്കൻഡ് ഫ്ലോറിലുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. മെൻസിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ലേഡീസിന് ഡിപ്പാർട്ട്മെന്റ്, കുട്ടികൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിനെയാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് വിളിക്കുക. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ട് ഒരു സ്ഥലത്തായിരിക്കും ബില്ല് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ്. ഇതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഫുഡും നോൺ ഫുഡ്സും അങ്ങനെ. ഇപ്പൊ ഹോട്ട് ഫുഡ് സെക്ഷൻ ലുലുവിന്റെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ കറികളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇതിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു ട്രെയിനറുടെ പണി. അപ്പൊ അതിനവിടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ഒരു സബ് ഡിവിഷൻ. അപ്പൊ ഇത്തരം ട്രെയിനേഴ്സ് ബിസിനസ്മാൻമാരെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെയോ തെറി വിളിക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പത്തെ ട്രെൻഡാണല്ലോ അല്ലെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ഒരു പബ്ലിക് ഷോ നടത്തിയിട്ട് ഒരു ബിസിനസ് ട്രെയിനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അട്ടർ ഫെയിലിയർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മളൊരു എഡ്ലെക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഓഡിറ്റോറിയത്തിൽ ഒരു ബിസിനസ് ട്രെയിനിങ് നടത്തുന്നു. ആ ബിസിനസ് ട്രെയിനിങ്ങിന് കുറേ ബിസിനസ്സുകാർ വരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ, 1 ലക്ഷം രൂപ ടേൺ ഓവർ ഉള്ളവൻ അതിനകത്തിരിപ്പുണ്ട്, 10 കോടി ടേൺ ഓവർ ഉള്ളവൻ അതിനകത്തിരിപ്പുണ്ട്, മീൻ വിൽക്കുന്നവൻ അതിനകത്തിരിപ്പുണ്ട്, സ്വർണം വിൽക്കുന്നവനും അതിനകത്തിരിപ്പുണ്ട്, തുണി വിൽക്കുന്നവൻ അതിനകത്തിരിപ്പുണ്ട്, പച്ചക്കറിക്കാരനും അതിനകത്തിരിപ്പുണ്ട്, കാറ്ററിംഗുകാരൻ ഇരിപ്പുണ്ട്, ചാനൽ സെയിൽസ് നടത്തുന്ന ആളുകൾ ഇരിപ്പുണ്ട്, കൗണ്ടർ സെയിൽ നടത്തുന്ന ആളുകൾ. ഈ ട്രെയിനർ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇതിന്റെ ഉത്തരം കിട്ടിയാൽ ഈ പറഞ്ഞ സാധനം സെറ്റ് ആവും. അപ്പൊ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനർ ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഒരു വലിയ റേഞ്ചിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരന് പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയിരിക്കും പറയാം. അത് ഈ 1 ലക്ഷം ടേൺ ഓവർ ചെയ്യുന്നവന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരുടെയും ബൈയിങ് കപ്പാസിറ്റി എന്നൊരു സാധനമുണ്ട്. ആ ബൈയിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഹോട്ട് സബ്ജക്റ്റ് ആണ്, ട്രെയിനിങ് ഇൻഡസ്ട്രിയിലെ ഹോട്ട് സബ്ജക്റ്റ് ആണ് ഈ എന്താ പ്രീമിയം പ്രോഡക്ട്സുകൾ വിൽക്കുക, പ്രീമിയം നല്ല പ്രോഫിറ്റ് ഉള്ള പ്രോഡക്ട്സുകൾ വിൽക്കുക. അങ്ങനെ മാത്രം നോക്കിയാൽ ജീവിക്കാൻ പറ്റൂല. പക്ഷെ അത് വിൽക്കുന്ന ആളുകൾക്ക് അയാൾ പറയുന്ന അല്ലെങ്കിൽ ആ ട്രെയിനർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നും. പക്ഷെ ഇത് കേൾക്കാനിരിക്കുന്ന ആള് ചിലപ്പം 50 പൈസ പോലും മാർജിൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും വിൽക്കുന്ന ആള് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. വിച്ച് മീൻസ് സെലക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ അതിന്റെ ടോപ്പിക് എന്താണ്, അത് ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ആ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ ഇരുന്ന് അറിയാവുന്നതാണ്. അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, മറ്റവൻ ശരിയല്ല, മറിച്ചവൻ ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ പേര് പറഞ്ഞു, മലയാള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം ഇയാൾക്ക് ഈ തമാശകൾ അടങ്ങുന്ന സിനിമകളായിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മൾ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. എന്റെ ഫേവറേറ്റ് പടമാണ് CID മൂസ. എന്ന് വെച്ചാൽ
ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നേരത്ത് അതിന്ന് ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. അതെ. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറയുന്നത് ദൃശ്യം കാണാന്നാണ്. ദൃശ്യം നല്ല സിനിമയാണ്, അതെ. പക്ഷേ ടെൻഷൻ കൂടെ ഉള്ളൂ. അതെ, of course. എൻ്റെ ടെൻഷൻ കുറയില്ല എന്തായാലും. പക്ഷെ 12ാമത്തെ നിലയിൽ നിന്ന് ഹരിശ്രീ അശോകൻ 2 ബെഡ് വെച്ചിട്ട് താഴത്തേക്ക് ചാടുമ്പോൾ ഇന്നേ വരെ ഒരാളും ടെൻഷൻ അടിച്ച് കിടക്കുന്നുണ്ടാവില്ല. അയ്യോ ഹരിശ്രീ അശോകൻ ഇപ്പൊ ചാവുന്നു അല്ലെ. അത് കാണുന്നത് ഒരു രസമാണ്, അതിനകത്ത് സെൻസ് ഒന്നും വേണ്ട അല്ലെ. അത് നമ്മളിങ്ങനെ കാണുക ചിരിക്കുക. എനിക്ക് 100% ഉറപ്പാ, ജഗതി ശ്രീകുമാർ പാലത്തിന്റെ മുകളിൽ ചാടിയാൽ അത് ചാണകവണ്ടിയിലേ വീഴൂ അല്ലെ. അല്ലാതെ കല്ല് കൊണ്ടുപോകണ പാറക്കല്ല് കൊണ്ടുപോകണ ടിപ്പർ എത്ര നമ്മ കൊണ്ട് റോഡ് കൂടെ അത് മിക്കി ജഗതി വീഴില്ല. ജഗതി വീഴുണ്ടെങ്കിൽ ചാണകം ഒരു അല്ലേ മറ്റേ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ മാതിരി ലോറിയിൽ മറ്റേ ചാണകം നിറച്ചിട്ട് അത് തുറന്നു വെച്ച് പോകും. പാലത്തിന്റെ അടികൂടെ മാത്രം ഇങ്ങനെ പോകും. മറ്റുള്ള ലോകത്തെ ഏത് ഇത് പോയാലും അത് മൂടിയിട്ടൊക്കെ പോവാം അല്ലെ, ടാർപോളിനൊക്കെ മൂടിയിട്ട് പോകും. പക്ഷെ ജഗതി നിൽക്കുന്നുണ്ടോ അതിന്റെ അടിയിൽ സാധനം ഓപ്പൺ ആയിട്ടായിരിക്കും പോവാ. ജഗതി അതിൽ വീഴും ചെയ്യും, എണീക്കും ചെയ്യും, ഒരു നക്കും ചെയ്യും. പക്ഷെ അതിന് പകരം ജഗതി വന്നിട്ട് ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണുന്ന പറയാൻ എനിക്ക് തോന്നുന്നില്ല. ജഗതിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് അല്ലെ. അപ്പൊ ഇതേപോലെയാണ് സിനിമ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ടൈറ്റാനിക് എന്ന് പറയുന്ന ഗംഭീര സിനിമ, ഓ അടിപൊളിയാണ്. പക്ഷെ ചില ആൾക്കാർ ഇത് കാണാൻ പോകുമ്പോൾ അതിന്റെ ക്യാമറ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാള് ഫുള്ള് ഡയറക്ടർ ആരാണ്, പ്രൊഡ്യൂസർ ആരാണ്, ക്യാമറമാൻ ആരാണ്, അതിന്റെ ആംഗിൾ ഏതാണ്. ഞാൻ പോണത് എന്തിനറിയോ, ഞാൻ ചിരിക്കാനാ പോണേ. ചിരി ഇല്ലേ ഞാൻ ഇട്ട് പോകും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അന്യായി ഇടിയറിയണം. ഈട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നില തൊടാത്ത ഇപ്പൊ നായകൻ വന്നിട്ട് 300 ആളെ ഇടിച്ചു വീഴ്ത്തുക, 1000 ആളെ കൊല്ലുക, ഇയാൾക്ക് ഒരു ഇടി പോലും തിരിച്ചു കിട്ടാണ്ടിരിക്കുക, അങ്ങനത്തെ ഒക്കെ ചില രസമുള്ള പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ അമാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വേറെ ആരോ ചെയ്യുന്നത് സ്ക്രീനിൽ കാണാം. ഇതൊക്കെ അല്ലാതെ ഈ ഭയങ്കര കഥയുള്ള സിനിമകളൊന്നും ഞാൻ കാണാൻ പോകില്ല. ഇത് എന്റെ മാത്രം ഫിലോസഫിയാണ് അല്ലെ, ഇത് എന്റെ മാത്രം ഫിലോസഫി. പക്ഷെ ഇതിനോട് യോജിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ അത് വിചാരിച്ചിട്ട് ഞാനും തെറ്റാണെന്നോ അയാളും തെറ്റാണെന്നോ അർത്ഥമില്ല. അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ കണ്ടോട്ടെ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കാണും. ലോകത്ത് മുഴുവൻ അങ്ങനെ. തനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമാണ്? വെണ്ടയ്ക്ക ഇഷ്ടമല്ല, അത് വിചാരിച്ച് വെണ്ടയ്ക്ക മോശം അല്ല. വെണ്ടയ്ക്ക നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് അല്ലെ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന സംഭവം, നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് ചില ഹോട്ടലിൽ കയറിയിട്ട് ഈ കറി ഒന്നിനും കൊള്ളൂല, എനിക്ക് അതിന്റെ സെൻസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഈ കറി തീരെ പോരാ അയാൾക്ക് അല്ലെ. ആ കറി ഇഷ്ടമുള്ള എത്രയോ ആളുകളുണ്ട്.